വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ദേശീയാടിസ്ഥാനത്തിലുള്ള ചലച്ചിത്ര പുരസ്കാരവും കുറച്ച് മണിക്കൂറിനിടയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുക. മഹാനടന്മാരും നടിമാരും ഉൾപ്പെടെ വളരെയേറെ പ്രശസ്തരായ വ്യക്തികൾ ഇപ്രാവശ്യത്തെ ചലച്ചിത്ര അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അവരെല്ലാം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. നിരവധി ആളുകളുണ്ട് എന്നുള്ളതുകൊണ്ട് ഓരോരാളുടെ പേര് പ്രത്യേകമായി പരാമർശിക്കുന്നില്ല. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അതേപോലെ ഇന്ന് പാരീസ് ഒളിമ്പിക്സ് വെങ്കല മെഡൽ നേടി. ആ മെഡൽ നേടുന്നതിന് നിർണായകമായ പങ്ക് വഹിക്കുക കൂടി ചെയ്ത കാലത്തെയും ഒളിമ്പ്യൻ ശ്രീജേഷ് ഇന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആപാലവൃദ്ധ ജനത ഒന്നിച്ചണിനിർന്ന ഒരു സ്വീകരണ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രത്യേക ദിനത്തിൽ കേരളത്തിൽ എത്തിച്ചേർന്ന ദിനം മുതൽക്കൊണ്ട് ശ്രീജേഷിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസക്കാലം കേരളം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത വിഷയം എല്ലാവർക്കും അറിയുന്നതുപോലെ സമാനതകളില്ലാത്ത വയനാടിലെ ദുരന്തം അഭിമുഖീകരിക്കുന്നതിനു വേണ്ടിയുള്ള കൂട്ടായ്മയിൽ സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഐക്യം കേരള ജനങ്ങൾ ഒറ്റക്കെട്ടായി ഗവൺമെന്റിന്റെ പിന്നിൽ ദുരിതബാധിതരെ സംരക്ഷിക്കുന്നതിനും ദുരിതം ലഘൂകരിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കേരളത്തിൻ്റെ പാരമ്പര്യം ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം സദ്ഗുണങ്ങളെ നെഞ്ചേറ്റി മലയാളി സമൂഹം ഒന്നടങ്കം ആ പ്രവർത്തനത്തിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പുനരധിവാസത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് മെല്ലെ കടക്കുകയാണ്. വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള നഷ്ടപരിഹാര തുക നൽകുന്നതിനു വേണ്ടി കഴിയുന്നു. ക്യാമ്പുകളിൽ താമസിക്കുക എന്നതിന് പകരം വാടക വീടുകളിലേക്കും മറ്റ് ബന്ധുവീടുകളിലേക്കും പോകുന്നതിന് അവശേഷിക്കുന്ന ആളുകളെ പ്രാപ്തമാക്കുന്ന നിലയും ഗവൺമെൻറ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടൗൺഷിപ്പ് തന്നെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള മാതൃകാപരമായ ഒരു പുനരധിവാസം കേരളത്തിൽ വയനാടിൽ തുടങ്ങണം എന്നാണ് ഗവൺമെൻറ് ആലോചിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഓരോ ദിവസവും ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കർണാടകത്തിലെ അർജുൻ്റെ അദ്ദേഹത്തിൻ്റെ വാഹനവും അദ്ദേഹത്തെയും കണ്ടെത്താനുള്ള
ശ്രമവും നടന്നു വരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തുടർച്ചയായ ഒരു പ്രക്രിയയിലേക്ക് പോകാൻ അവിടെ കാലാവസ്ഥയുടെയും മറ്റു പല കാരണങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. അത് നമ്മൾ കേരളം പ്രത്യേകിച്ച് വളരെ വിഷമത്തോടു കൂടിയാണ് കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം സാധാരണ രാഷ്ട്രീയ ചരിത്രത്തിൽ കാണാത്ത ചില പ്രവണതകൾ സംബന്ധിച്ചുള്ള നവമാധ്യമവുമായി ബന്ധപ്പെട്ട് വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉണ്ടായ ചില സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. കുറച്ച് ദിവസമായി മാധ്യമങ്ങളൊക്കെ ഇതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമായി വിശകലനം ചെയ്യുമ്പോൾ വടകരയിൽ നടന്ന UDFന്റെ തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പ്രത്യേക സംസ്കാരമാണ് അതിലേക്കും നയിച്ചത് എന്ന് കാണാൻ കഴിയും. ഒറ്റപ്പെട്ട പ്രശ്നം പോലെയാണ് ചിലർ അതിനെ സമീപിക്കുന്നത്. അത് ശരിയായ ഒരു നിലപാടല്ല. നമ്മളവിടെ ഉണ്ടായ അശ്ലീല പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം മുതലുള്ള പ്രശ്നങ്ങൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യണം. അപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിലാണ് ബോധപൂർവം ചില ആളുകൾ ഈ പ്രചരണത്തെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ വടകര സ്ഥാനാർത്ഥിയായി UDFന്റെ ഷാഫി പറമ്പിൽ വന്ന ഉടനെ തന്നെ ആദ്യത്തെ പ്രചരണം കേരളത്തിൻ്റെ പ്രതിസന്ധികളിൽ സഹായിച്ച ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചുകൊണ്ടാണ് തുടക്കം. വളരെ പരിഹാസത്തോടു കൂടിയാണ് ആ പ്രയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യക്തിപരമായ അധിക്ഷേപത്തിൻ്റെ രീതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തിഹത്യയുടെ തലങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അതിനു പിന്നാലെ ഓരോന്നോരോന്നായി ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യ കാര്യം മുസ്ലിം സമുദായം മുഴുവൻ തീവ്രവാദികളാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന പ്രചരണം. ശുദ്ധ അസംബന്ധ പ്രഖ്യാപനമായിരുന്നു അത്. രണ്ടാമത്തെ കാര്യം, പ്രവാചകൻ തെറ്റായ രീതികളെ പ്രചരിപ്പിച്ചുവെന്നും ടീച്ചർ പ്രസ്താവിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ RSSന്റെ നിലപാടാണ് ശൈലജ ടീച്ചർക്കുള്ളത് എന്നതാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ച് ടീച്ചർക്കെതിരെ പ്രചാരണം സംഘടിപ്പിച്ചു.
പാനൂർ ബോംബ് കേസിലെ പ്രതികൾക്കൊപ്പം ടീച്ചർ നിൽക്കുന്ന ചിത്രം വ്യാജമായി നിർമ്മിച്ചു നൽകി. ഇതെല്ലാം വ്യാജമായ സൃഷ്ടിയാണെന്ന് ടീച്ചറുടെ ബൈറ്റുകളും ഇന്റർവ്യൂകളും അടക്കം തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ തന്നെ വെളിപ്പെടുത്തേണ്ടി വന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ ന്യൂ മാഹിയിലെ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അസ്ലം, കേസ് എടുത്ത ആളുകളുടെ പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, പേരാമ്പ്രയിലെ ലീഗ് പ്രവർത്തകനായ സൽമാൻ മാളൂർ, പേരാമ്പ്രയിൽ സൽമാൻ മാളൂർ, ലീഗ് പ്രവർത്തകനായ മിൻഹാജ് കെ.എം, ബിജിൻ തോമസ്, ഷെരീഫ് വലിയക്കോട്, മുഹമ്മദ് അബ്നാർ, ഐസക് ടി മാത്യു, ഇവരെല്ലാം പേരിൽ പോലീസ് കേസെടുത്ത ചില ആളുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഇനിയും പേരുകളുണ്ട്, ഞാൻ ആ പേരിങ്ങനെ ആവർത്തിക്കുന്നില്ല. തെറ്റായ വാർത്തകളുടെ പ്രചരണം നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയോടെ, AI സംവിധാനത്തോടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിക്കുന്ന തെറ്റായ വിവരങ്ങളും കപട വാർത്തകളും അതെല്ലാം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പത്തെക്കുറിച്ച് ഇന്ന് ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും ആശയങ്ങളുണ്ട് എന്ന കാര്യം CPIM തന്നെ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങളിൽ നടത്തുന്ന ഇത്തരം കള്ളപ്രചരണങ്ങളെ തുറന്നു കാട്ടുക എന്നത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് അതിപ്രധാനമായ ഉത്തരവാദിത്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അതെടുത്തുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷ നിലപാട് അത് ഏതെങ്കിലും ഒരു ദിവസത്തേക്കോ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, കാലാകാലം മതനിരപേക്ഷ ഉള്ളടക്കത്തിനു വേണ്ടി നിലകൊണ്ട പാർട്ടിയാണ് CPIM-ഉം ഇടതുപക്ഷ പാർട്ടികളും. ഈ വടകര പാർലമെന്റ് നിയോജകമണ്ഡലം തന്നെ മുമ്പൊരു ഘട്ടത്തിൽ കോലീബി സഖ്യത്തിന്റെ അരങ്ങേറ്റം കുറിച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാവാതെ 2025 ഡിസംബറിൽ മാത്രം 1-ാം ഘട്ടം പൂർത്തിയാവുന്ന ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം 2024 ആദ്യം തന്നെ നിർവഹിക്കാൻ നരേന്ദ്രമോദിയും BJP സംഘപരിവാർ വിഭാഗങ്ങളും ശ്രമിച്ചത് മതധ്രുവീകരണത്തിനു വേണ്ടിയുള്ള ആയുധമായി അതിനെ ഉപയോഗിക്കാൻ തന്നെയായിരുന്നു. ആ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് CPIM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയ. കോൺഗ്രസിന് പോലും പിന്നീട് അവരുടെ ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് മാറി ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയേണ്ടി വന്നു.
ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച നിലപാട് തന്നെയായിരുന്നു അതിനടിസ്ഥാനം. നിങ്ങൾക്കറിയാം, രഥയാത്ര തടഞ്ഞതിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ VP സിംഗ് സർക്കാരിനെതിരായി അവിശ്വാസം കൊണ്ടുവന്നത് ആ മന്ത്രിസഭയെ നിലം പതിപ്പിച്ചത് കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കുമെതിരായ നിലപാട് എല്ലാ കാലവും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ചലച്ചിത്ര അവാർഡ് ലഭിച്ചവരെ അഭിനന്ദിച്ച് MV ഗോവിന്ദൻ. കേരളത്തിലെ ഒളിമ്പ്യൻ PR ശ്രീജേഷ് കേരളത്തിലെത്തിയിട്ടുണ്ട്. ശ്രീജേഷിനും പ്രത്യേകം അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. വയനാട് പുനരധിവാസം നടക്കുകയാണ്. ക്യാമ്പുകളിന് പകരം വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും പോകുന്നതിന് ആളുകളെ പ്രാപ്തമാക്കും. കർണാടകയിലെ അർജുനെയും വാഹനവും കണ്ടെത്താനുള്ള ശ്രമവും നടന്നുവരികയാണ്. രാഷ്ട്രീയ ചരിത്രത്തിൽ കാണാത്ത ഒരു സംഭവം ചർച്ചയാകുന്നു. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വടകരയിൽ നടന്ന UDF-ന്റെ തെറ്റായ പ്രചരണമാണ് കാഫിർ സ്ക്രീൻഷോട്ട് എന്ന KK ശൈലജ ടീച്ചർക്കെതിരെ അശ്ലീല പ്രചാരണങ്ങൾ ചർച്ച ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് MV ഗോവിന്ദൻ പറഞ്ഞത്.